നൂർഖാൻ എയർബേസ് ഇത് കേൾക്കുമ്പോൾ അമേരിക്കയ്ക്കും പാകിസ്ഥാനും ഭയങ്കര പേടിയാണ്. കാരണം നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോഴും അതിന്റെ പലതും അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ കിരാന ഹിൽസിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അതിന്റെ വാതിൽ ഇരിപ്പുണ്ട്. ഈ നൂർഖാനും അങ്ങനെ അതിനെ മൊത്തത്തിൽ VVIP പോകുന്ന ഒരു എയർപോർട്ടാണ് നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത്. അതിനെ മൊത്തം ഗർത്തങ്ങൾ പോലെ ആക്കിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ തിരിച്ചടിയിൽ എന്നുള്ളതാണ്. ഇപ്പോ വീണ്ടും അതിനെ പുനർനിർമ്മിക്കാൻ പോകുന്നു. കാരണം ഈ എയർബേസ് അമേരിക്കയുടേതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ അവിടെ കൊണ്ടുവന്ന് അമേരിക്ക നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ഫണ്ടാണ് ഇതിന്റെ പിന്നിലെന്നും അറിയാം. ഇപ്പോ വീണ്ടും പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഇവര് പുനർനിർമ്മിക്ക് വയ്ക്കട്ടെ, ഇന്ത്യക്ക് അടുത്ത അടിക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോ എന്താണ് ഇപ്പൊ ഉടനെ തന്നെ പുനർനിർമ്മിക്കുമോ? ഇന്ത്യക്ക് നമ്മളെ ബ്രഹ്മോസിന് പണി കൊടുക്കാനുള്ള സമയമായോ? നമ്മൾ ഇതൊക്കെ സജ്ജമാക്കി വെച്ചാലേ ഇന്ത്യക്ക് കയറി അടിക്കാൻ പറ്റുള്ളൂ ദാസ. അതാണ് ഇപ്പൊ അവസ്ഥ. അതാണ് അവസ്ഥ. അപ്പൊ പിന്നെ തന്നെ പറഞ്ഞ ഒരു കാര്യം, പാകിസ്ഥാനിൽ 1 ഇഞ്ച് ഭൂമിയെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് അമേരിക്കയുടെ മാത്രമാണ്. അപ്പോ നൂർഖാൻ എയർബേസ് മാത്രമല്ല, ചക്ലാല, റഫീഖി, റഹീം യാർ ഖാൻ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട എല്ലാ വ്യോമതാവളങ്ങളും ഗർത്തങ്ങൾ, കുഴികളാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ ആക്രമണങ്ങൾക്ക് ശേഷം ഭീകരരെയും അവരെ അഭയം നൽകുന്നവരെയും ഒക്കെ ഇല്ലാതെയാക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ തന്നെ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതുകൊണ്ട് അടുത്ത ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പൊ എന്തായാലും സാരമായിട്ടെന്ന് പറഞ്ഞാൽ നിഷ്കരുണം തകർത്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ, അയ്യോ ഞങ്ങളുടെ എയർബേസ് പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കാൻ പറ്റില്ല. കാരണം അത് ഒന്ന് പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ധന്യ പറഞ്ഞതുപോലെ തന്നെ പുനർനിർമ്മിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാമിയൻ സൈമോൺ എന്ന് പറയുന്ന ഒരു ജിയോ ഇന്റലിജൻസ് റിസർച്ചർ, ഇന്റൽ ലാബിന്റെ റിസർച്ചറാണ്. അപ്പൊ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഉപഗ്രഹ ചിത്രം പങ്കിട്ടിട്ടുണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നൂർഖാൻ എയർബേസുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ സൈമൺ എന്ന് പറയുന്ന ആള്. അപ്പൊ അത് ഓപ്പറേഷൻ സിന്ദൂറിനിടെ കിരാന ഹിൽസിലെ പാകിസ്ഥാന്റെ എല്ലാം തകർത്ത് കളഞ്ഞ ആ ഒരു ആക്രമണം ഉണ്ടല്ലോ, ആ ഡിപ്പോ തകർത്ത് കളഞ്ഞ ആക്രമണം റിപ്പോർട്ട് ചെയ്ത ആളുകളെ, ആദ്യം റിപ്പോർട്ട് ചെയ്തവരിൽ ഒരാളെ എന്ന് പറഞ്ഞാൽ ഈ സൈമൺ ആണ്. അപ്പോ മൂപ്പര് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സംബന്ധിച്ചൊരു ഡൗട്ട് വിശ്വാസ്യതയിൽ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ജേക്കബാബാദ് എയർബേസിൽ ഓപ്പറേഷനിൽ തകർന്നുള്ള മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അപ്പൊ അവിടെയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ഹാങ്ങറിന്റെ കേടുപാടുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പും ചില ഡാറ്റാസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതും അവിടെ പലയിടങ്ങളിലും ഈ എന്താ പറയാ വണ്ടികൾ കൊണ്ടുവന്നിടുക, മെറ്റലൊക്കെ കൊണ്ടുപോകുന്ന തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പല ചാനലുകളുടെ ഉപഗ്രഹ ചിത്രങ്ങളുണ്ടല്ലോ ഇത്. അപ്പോൾ നമുക്ക് അതിൽ ഏത് വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്റലിന്റെ ഒരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സൈമൺ പറയുന്ന വിവരങ്ങൾ വിശ്വസിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ബ്രഹ്മോസ് അല്ലെങ്കിൽ സ്കാൽപ് മിസൈലുകളിലൊക്കെ ഇത് ചൂണ്ടുന്നത്, അതായത് ബ്രഹ്മോസ് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നൂർഖാൻ എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് റാവൽപിണ്ടിയിൽ പഴയ ബേനസീർ ഭൂട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നതാണ് ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാനിലെ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള എയർബേസുകളിൽ ഒന്നാണ് ഇത്. അപ്പൊ മുമ്പ് PAF ചക്ലാല എന്നറിയപ്പെട്ടിരുന്ന ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ എയർ മൊബിലിറ്റി കമാൻഡും PAF കോളേജ് ചക്ലാലയും സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ആസ്ഥാനം കൂടി ഈ ഒരു എയർബേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രാജ്യത്തിന്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ പോലും ഇവിടെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ മർമ്മം അടഞ്ഞു തന്നെയാണ് ഇന്ത്യ ഓരോ അടിയും കൊടുത്തത്. അപ്പൊ നൂർഖാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ കൈ ഉണ്ടെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് അവരുടെ മണ്ണിലാണല്ലോ. അപ്പൊ ഈ സംഭവമൊക്കെ പുനർനിർമ്മിച്ചെടുക്കണമെങ്കിൽ അതിന്റെ നെഞ്ചിടിപ്പ് കൂടി ഉണ്ടാവും. കിട്ടാവുന്നിടത്തുനിന്നൊക്കെ
കടം വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ IMF പോലും പറയുന്നുണ്ട് ഇനി കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർ നിബന്ധനകളൊക്കെ പാലിക്കാതിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്രമണത്തിനൊക്കെ ശേഷം പാകിസ്ഥാൻ അവരുടെ ജനറൽ ആസ്ഥാനം രാവൽപിണ്ടിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരു അടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ അവിടെ ആലോചിക്കണ്ട, അവിടെയും പൊട്ടിയല്ലോ, ഇപ്പൊ മറ്റേ കാർ പൊട്ടി തെറിച്ചിട്ടുണ്ട്. അപ്പൊ ആലോചന ഇല്ല, അതും മാറ്റിവെച്ചു. അടുത്തത് പൊട്ടുന്നത് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും രാവൽപിണ്ടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ബേസ് ഉള്ളത്. അപ്പൊ അവിടെ നിരവധി PAF-ന്റെ സ്ക്വാഡ്രണുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാന്റെ സാം ഏരിയ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം, C-130 ഹെർക്കുലിസ് വിമാനങ്ങള്, സാബ് 2000, IL-78 മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്നവ എന്നിവയൊക്കെയും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ ലോജിസ്റ്റിക്സ്, നിരീക്ഷണം, ദീർഘദൂര ആക്രമണ ശേഷി എന്നിവയുടെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ നൂർഖാൻ തന്നെയാണ്. അപ്പൊ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നത് പോലെ നൂർഖാൻ പാകിസ്ഥാന്റെ പോരാളികളെയൊക്കെ ഏറ്റവും സക്ഷമമായിട്ട് നിലനിർത്താനുള്ള അതിന് വേണ്ടുന്ന ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു വ്യോമതാവളം എന്ന് പറയുന്നത് നൂർഖാൻ തന്നെയാണ്. അത് തകർന്നു പോയതോടുകൂടി, അതായത് മെയ് 9-10 ദിവസങ്ങളിലായിട്ട് ഇത് അടിച്ച് നിലംപരിശാക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. കാരണം ഇവരൊരിക്കലും ഈ തീവ്രവാദം നിർത്തില്ല. അപ്പൊ ഈ അടിയോടുകൂടി അവർക്ക് മനസ്സിലായി ഇനിയും അടി വരും. അതായത് ഈ ചൊട്ടയിലെ ശീലം ചുടല കേട്ടില്ലേ, അത് രക്തത്തിൽ അലിഞ്ഞതാണ് ഈ ഭീകരവാദം എന്നുള്ളത്. അത് അവന്മാരിന് തലമുറകളോളം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ നമുക്കൊരു കൊച്ചു ജനിച്ചു, നമ്മളെ കൊച്ചിന് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് മിണ്ടത്ത് പോലും ഇല്ല. പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യമാണെന്ന് ഒരുപക്ഷെ അവര് വലുതാവുമ്പോഴായിരിക്കും അറിയുന്നത്. ശത്രുരാജ്യമൊന്നും ആയിരിക്കില്ല, പാകിസ്ഥാന് നമ്മളെ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ല, അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കും. പക്ഷെ അവിടെ ജനിക്കുമ്പോൾ തന്നെ കാതിൽ ആദ്യം പേരിന് വരെ അവർ വിളിക്കുന്നത് ഇന്ത്യ ശത്രുരാജ്യമാണ്, ഇന്ത്യ ശത്രു 3 പ്രാവശ്യം അവർ വിളിക്കും. ഇതങ്ങ് മൈൻഡില് ഇൻജക്ട് ചെയ്ത് വെക്കുകയാണ്, ഇന്ത്യ ശത്രുരാജ്യം. അപ്പം 15, 16, 18 വയസ്സായ പിള്ളേര് എന്നിട്ട് അവരോട് പറയും നിങ്ങൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടുകാർക്ക് കുറെ പണം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. അപ്പൊ പട്ടടിയൊക്കെ കിടക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവര് പിന്നെ ലഞ്ച് ബോക്സിലും അല്ലെങ്കിൽ ശരീരത്തിലെ ബെൽറ്റ് ആയിട്ടും ഒക്കെ കെട്ടി എവിടെയെങ്കിലും ഒക്കെ വന്ന് പൊട്ടിത്തെറിച്ച് സ്ഫോടനങ്ങൾ ഉണ്ടാക്കും. ഈ രാജ്യം ഒരു കാലത്തും നന്നാവില്ല. ഇല്ല, മതം കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളൊന്നും നേരെയായിട്ടുള്ള ചരിത്രമില്ല. അത് എന്തെങ്കിലും ഒരു തവണ ഏത് മതവും ആയിക്കോട്ടെ, ഒരു അമൃതം എന്താണ് അധികമായ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ മതത്തിന്റെ കാര്യത്തിൽ അത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മതം തലക്കി പിടിച്ചിട്ടാണല്ലോ ഈ പാകിസ്ഥാനും ഇത്തരത്തിൽ തന്നെ ചെയ്യുന്നത്. തുർക്കി ഇപ്പൊ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയും മതം തലക്കി പിടിച്ചത് കൊണ്ടാണ്. തുർക്കിയിലും എർദോഗനും മറ്റേ എല്ലാവരുടെയും മുസ്ലിം രാഷ്ട്രം മതിയെന്ന് ലോകത്ത് വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശും. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിലെ എല്ലാം അസ്ഥിരമാക്കുന്നത് മതം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ നൂർഖാനെ ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് വീണ്ടും ഇവർ സക്ഷമമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഇത് പ്രവർത്തന സജ്ജമാക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഫണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇനിയിപ്പോ ചൈനയെ അത്രമേൽ സംശയിക്കാൻ പറ്റില്ല. പക്ഷെ ചൈനയുടെ കയ്യിലിരിപ്പോ അത്ര വെടിപ്പൊന്നും അല്ലാത്തത് കൊണ്ട് ചൈന ഒരു ഭാഗത്തുണ്ടെങ്കിലും വീണ്ടും നമ്മളുടെ സംശയം ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത് US തന്നെയാണ്, അമേരിക്ക തന്നെയാണ്. കാരണം എത്ര പട്ടിണി അവിടെ ഉണ്ടെങ്കിലും ഇവർക്ക് മറ്റൊരാളെ തകർത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷെ ഈ ഭീകരവാദത്തെ വളർത്തിയ അമേരിക്കയ്ക്ക് എന്നും ഭീകരവാദികളുടെ കൈകൊണ്ട് തന്നെ അടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതും പറഞ്ഞതുപോലെ ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലും സംശയിക്കേണ്ടത് അമേരിക്കയെ തന്നെയാണ്. എന്തായാലും നൂർഖാൻ എയർബേസ് അവർ പുനർനിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട പാകിസ്ഥാന്റേത് മാത്രമല്ല, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തേണ്ടത് US-ന്റെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.